കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ചയാണ് നമ്മൾ കുറച്ച് നാളുകളായിട്ട് കാണാൻ കാത്തിരുന്ന ആ ഒരു വിശേഷം നടക്കാനായിട്ട് പോകുന്നത്. പ്രകാശൻ അങ്ങനെ ഒടുക്കം സത്യങ്ങളൊക്കെ തിരിച്ചറിയുവാണ്. താൻ ചെന്ന് പെട്ടിരുന്ന ഒരു ചതിക്കുഴിയിലായിരുന്നു. പ്രകാശം മാത്രമല്ല, വിക്രമും. അപ്പൊ ഇനി ഒന്നുമില്ലാതെ വീണ്ടും അതേ അവസ്ഥയിലേക്ക് തന്നെ അവര് മടങ്ങി പോവാണ്. ഇതൊക്കെ അറിഞ്ഞു പ്രകാശനെ നെഞ്ചു പൊട്ടും. പ്രകാശം വീണ്ടും അധപതിച്ചു പോകും. ഭാനുമതിയമ്മേ, വിക്രമും പ്രകാശനും വീണ്ടും തെരുവിലേക്ക് ഇറങ്ങുവാണ്. അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത്രയും നാളും വെല്ലുവിളിച്ച് താൻ രാജാവാണ്, തന്റെ മകനോ വിക്രമാദിത്യ രാജാവാന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നവനാ. പക്ഷെങ്കിൽ എല്ലാം ഒരു നിമിഷം കൊണ്ട് അങ്ങോട്ട് തീർന്നു പോവാണ്. അങ്ങനെ അവസാനം എന്ത് ചെയ്യണമെന്നറിയില്ലാതെ തെരുവിൽ കൂടെ തെണ്ടി നടക്കുന്ന പ്രകാശിനെയും വിക്രത്തിനെയും ഭാനുമതി അമ്മേനെയൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടു. കാരണം വിക്രത്തിന്റെ അഹങ്കാരം ചെറുതൊന്നുമല്ല. വിക്രം വലിയ രീതിയിൽ തന്നെയാണ് ബാലണ്ണനെ വെല്ലുവിളിക്കുന്നത്. ബാലനോട് കാര്യങ്ങളൊക്കെ പറയണേ. എന്നെ ഇനി മുതല് സാറേന്ന് വിളിക്കണം. അത് മാത്രമല്ല, എന്റെ അച്ഛനെ അങ്ങനെ തന്നെയാ. ഞങ്ങൾക്ക് വരാൻ പോകുന്ന രാജരാജേശ്വരി യോഗോ വരാൻ പോകുന്നത്. എന്റെ അച്ഛനും അങ്ങനെയൊക്കെ തന്നെയാ. ഞങ്ങൾക്ക് ഇപ്പൊ ശുക്രൻ ഉദിച്ചിരിക്കുന്ന സമയാ. എന്റെ മുത്തശ്ശി പറയായിരുന്നു, ഞാൻ ജനിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ശുക്രനാണ്. പോരാത്തതിന് ഞാനെന്ന് പറഞ്ഞ ഐശ്വര്യമുള്ളവനാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ബാലണ്ണൊക്കെ ചൊറിഞ്ഞു വന്നു. പക്ഷെ എന്തേലും പറയാൻ പറ്റുമോ? ഇവനെ ഒറ്റ ഒരുത്തന് ഇവനിട്ടുള്ള പണി അധികം വൈകാതെ തന്നെ കിട്ടും. ഇവൻ ആരാന്ന് ഇവന്റെ വിചാരം? ഇന്ന് ഒരു ദിവസങ്ങളല്ലേ ഉള്ളൂടാ. നീ എന്ത് വേണേലും പറഞ്ഞു. നാളെ എനിക്ക് ചിരിക്കാം. നീ കരയണ സമയത്ത് നിന്റെ അടുത്ത് വന്ന് കൈകൊട്ടി ഞാൻ ചിരിക്കും ഈ ബാലണ്ണൻ. ഇന്ന് നീ പറഞ്ഞാനൊക്കെ നിന്നോട് പകരം ഞാൻ ചോദിക്കുമെന്ന് പറയാ. എന്താ ബാലണ്ണ, എന്താ ആലോചിക്കണേ? നിക്ക് ഒന്നുമില്ലാന്ന് പറയണം. പിന്നെ കാര്യങ്ങളൊക്കെ അറിയാലോ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്റെ അച്ഛനെ അന്വേഷിച്ച് എപ്പോഴും അങ്ങോട്ടേക്കും വന്നേക്കരുത്. ഡ്രൈവറുടെ സ്ഥാനത്ത് നിൽക്കണമെന്ന് പറയാം. ഓ, അതൊക്കെ എനിക്ക് അറിയാവേന്ന് പറയണം. ഇതൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചോളന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്വഭാവം ഉണ്ട്, ഇടിച്ചു കയറി അങ്ങോട്ട് വരുന്നേ. ഇനി അത് വേണ്ടാന്നാ പറഞ്ഞത്. അച്ഛൻ ചിലപ്പോ അങ്ങനെയൊന്നും പറഞ്ഞിരിക്കില്ല. പക്ഷെ എനിക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തില്ലെന്ന് പറയാം. പോരാത്തിന് ഞാനൊരു കമ്പനിയുടെ എംഡിയും കൂടെയാണ്. ഓ, അതൊക്കെ അറിയാം വിക്രം സാറെന്ന് പറയണം. അങ്ങനെ സാറേന്ന് വിളിക്കണം എന്ന് പറയാം. എന്നാ ശരി, വണ്ടി എടുത്താളം പറയണം. അങ്ങനെ അവരെങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ഭരണം മനസ്സ് പറയും, ഇന്നത്തോട് കൂടിയിട്ടോ നിനക്ക് ഇങ്ങനെ വണ്ടിയിലൊക്കെ ഞെളിഞ്ഞിരുന്ന് പോകാൻ പറ്റില്ലടാ. നാളെ നിനക്ക് വഴി കൂടെ നടന്നു പോകാൻ പോലും പറ്റില്ല. കാണുന്നവരൊക്കെ നിന്നെ കല്ലെറിയാൻ പോകുന്ന ദിവസമാണ്. കണ്ടു, നിന്റെ അവസാനത്തെ ദിവസമാണ് നടക്കാൻ പോണേ എന്നൊക്കെ ബാലണം മനസ്സിൽ ചിന്തിക്കുകയാണ്. ആ സമയം സരുവിനാണ് ആ പട വെപ്രാളം വിഷമം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാരും ഒറ്റയടിക്കൊണ്ട് കൊന്നാലോ എന്നൊരു ചിന്ത പോലും സരുവിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും ഇതുവരെ ആയിട്ടും അച്ഛനും അമ്മയും തന്നോട് ഈ വിവരങ്ങൾ പറഞ്ഞിട്ടില്ല. താൻ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എത്രയെന്ന് വെച്ചാൽ എങ്ങനെ പോകുന്നേ? തന്റെ സ്വന്തം പെറ്റമ്മയല്ല, പക്ഷേങ്കിൽ അവരായിരിക്കും മിക്കവാറും താരെന്ന് പറയുന്ന സ്ത്രീ ആയിരിക്കും. പക്ഷെ അവരെ തനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. അതെന്താന്ന് മാത്രം അറിയത്തില്ല. ഇത്രയും കാലം ഇവിടെ കയറി ഇറങ്ങി നടന്നുകൊണ്ടിരുന്ന അന്നൊക്കെ താൻ അഹങ്കാരത്തോടെ പറയുമായിരുന്നു, എന്റെ അമ്മ ഈ നിൽക്കുന്ന ശാരിയമ്മയെന്ന്. ഇപ്പോഴാ സത്യങ്ങൾ മനസ്സിലാക്കുന്നേ. ഒരു പക്ഷെങ്കിൽ അച്ഛനും അമ്മയും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെയൊരു നാടകം കളിച്ചത്. അതറിയത്തില്ല. അമ്മ ഇങ്ങനെ ഒരിക്കലും അറിഞ്ഞുകൊണ്ടൊരു സ്ത്രീ അങ്ങനെ ചെയ്യത്തില്ലോ. പക്ഷെ ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. ഒരു പക്ഷെ എന്റെ അച്ഛൻ എന്ന് പറയുന്ന ദുഷ്ടനാണോ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത്? എന്താണെന്നും അറിയത്തില്ല. ഇത്രയും കാലം ഒരാളെ അമ്മയെന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം മാറ്റി വിളിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല, അവരൊന്നും ഇപ്പൊ അറിയാനും പാടില്ല. സരുവിന്റെ രക്തം തിളച്ചു കയറുവാണ്. ഇപ്പൊ ഏക പ്രതീക്ഷ മനുവേട്ടൻ മാത്രമാണ്. മനുവേട്ടനില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മനോഹർ അങ്ങോട്ടേക്ക് വരുന്നേ. മനോഹർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സരു തന്നെ മനസ്സിലുള്ള വിഷമങ്ങളും വേദനകളും ഒക്കെ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് പോകണം, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതിന് മനോഹറിന് അറിയത്തില്ലായിരുന്നു ഇവളീ പറയുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്, അതിന്റെ കാരണം എന്താന്നൊക്കെ. എങ്ങനെയെങ്കിലും അതിനെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമല്ലേ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേങ്കില് ഒരു കാര്യം മനോഹറിനറിയാം, തന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ ഇവിടെ തല്ലി പുറത്താക്കും. അത് മാത്രമല്ല, ചിലപ്പോൾ തന്നെ കൊന്നെന്നും വരാം. അത്രയ്ക്ക് ഇഷ്ടമാണ് ഇവൾക്ക് തന്നോട്. അപ്പൊ സ്നേഹത്തിന്റെ ആഴം കൂടുന്തോറും ഇവൾക്ക് ദേഷ്യം ഇരട്ടിക്കത്തുള്ളൂ. അതൊക്കെ ചിന്തിക്കുമ്പോൾ മനോഹറിന് ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇവളുടെ മുന്നിൽ എങ്ങനെയും പിടിച്ചു നിന്നേ മതിയാവുള്ളൂ, പണം കിട്ടുന്നോടം വരെ. ഇനിയിപ്പോ ആ രാഹുൽ എവിടുന്ന് കൊണ്ട് തരാൻ എന്താണെന്ന് അറിയത്തില്ല. വെറും കൈയോടെ ഇവിടുന്ന് മടങ്ങി വരേണ്ട ഒരവസ്ഥ, അത് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പുറമാണ്. പോരാത്തതിനാണെങ്കിലോ ആ കൺമണിമോളെ തന്നെ അത്രയധികം ആകർഷിക്കുന്നുണ്ട്. അതൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ മനോഹർ ഇങ്ങനെ എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. ആ സമയം കിരണും കല്യാണിയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. കിരണും കല്യാണിയും വന്നു കഴിഞ്ഞപ്പോൾ ദീപ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ കല്യാണി പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ വിക്രം എന്ന് പറയുന്ന അവനെ. അവന്റെ അഹങ്കാരം ചെറുതൊന്നും അല്ലമ്മേ. എന്തൊരു ദുഷ്ടനാ, എന്നാലും ഇങ്ങനെയുണ്ടോന്ന് ചോദിക്കുകയാണ്.
അമ്മയുടെ വയറ്റിൽ ഇപ്പൊ ഒന്ന് പിറന്നല്ലോ എന്ന് ഓർത്തിട്ടാ എനിക്ക് ഇത്ര വിഷമം എന്ന് പറയാം. എന്റെ മോളെ, അവനെ കുറിച്ച് അറിയാവുന്ന കാര്യല്ലേ, അവനെ വിട്ടു കളഞ്ഞേരെ. ഞാൻ അവനെ പണ്ടേ ഉപേക്ഷിച്ച, എനിക്ക് അങ്ങനെ ഒരു മകനില്ല എന്ന് പറയാണ്. കല്യാണം പറഞ്ഞു, എന്താണെങ്കിലും നാളെ ഇന്നൊരു ദിവസം കഴിഞ്ഞാൽ മതിയല്ലോ, നാളെയല്ലേ കല്യാണം, കല്യാണത്തിന്റെ സമയത്താണല്ലോ അറിയാനായിട്ട് പോകുന്നത്. ദേവി പറഞ്ഞു, അത് ശരിയാ, അതുവരെ അവർ സന്തോഷിച്ചോട്ടെ. പക്ഷെ ഇന്ന് കണ്ടിട്ട് എന്നെ വെല്ലുവിളിച്ചമ്മേന്ന് പറയാ. വെല്ലുവിളി നടത്തട്ടെ മോളെ, നമുക്ക് എന്താ കുഴപ്പമിരിക്കുന്നത്, നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കില് എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടി നിൽക്കുന്ന അവരുടെ ഒന്നും അവസ്ഥയൊന്നും ഓർത്തു നോക്കിയേ. ആ തൊലി ഇടിഞ്ഞ് നിൽക്കുമ്പോഴത്തെ ഒരു അവസ്ഥയെ അതാണ് നടക്കാനായിട്ട് പോകുന്നത്. ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, നേരത്തെ തന്നെ ചെല്ലണം, എല്ലാം കണ്ട് സംതൃപ്തിയോടെ ഇങ്ങനെ നിൽക്കണം. ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി കുറെ കാലങ്ങളായിട്ട് കാത്തിരിക്കുന്നു പറയണം. ഇത് കേട്ടോണ്ട് കിരണം പറഞ്ഞു, അത് ശരിയാ കല്യാണി, നമുക്ക് നേരത്തെ പോണം. അവന്റെ വിചാരം നമ്മൾ കല്യാണം കൂടാൻ ചെല്ലുന്നതായിരിക്കുന്ന, പക്ഷെ മുടങ്ങിയ കല്യാണം കൂടാൻ ചെല്ലുന്നുള്ള കാര്യം അവർക്കറിയത്തില്ലോ എന്ന് പറയാണ്. പിന്നീട് വിക്രം നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ്. വിക്രം വീട്ടിലേക്ക് ഇന്നും പ്രകാശനുണ്ടായിരുന്നു. പ്രകാശനോട് പറഞ്ഞു, അതെ അച്ഛാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ, ഇനിയിപ്പോ ആ രാജപ്പണ്ണനും ബാലണ്ണനുമായിട്ട് അധികം വലിയ കമ്പനിയും കാര്യങ്ങളൊന്നും വേണ്ട. ആന്താടാ നീ അങ്ങനെ പറഞ്ഞേ? എന്റെ അച്ഛ, അവരെന്നൊക്കെ പറഞ്ഞ ആരാ, ലോക്കൽസ് അല്ലേ, നമുക്ക് ഒരു സ്റ്റാൻഡേർഡും നിലയും വിലയൊക്കെ ഉണ്ട്. ഞാനാരാ, LK കൺസ്ട്രക്ഷൻ കമ്പനിയുടെ MD അല്ലേ ഇപ്പോഴും, ഒന്ന് ഓർത്തു നോക്കിയേ. എനിക്ക് ഇനിയിപ്പോൾ അവരെ പോലുള്ള ഒരു കൂട്ടുകെട്ട് അച്ഛനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. അത് മാത്രമല്ല, അച്ഛനെ വലിയ കോടീശ്വരനാനായിട്ട് പോവല്ലേ, ആ സമയത്ത് അവരോടൊക്കെ അടുപ്പുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ശരിയാവുന്ന കാര്യമല്ല അച്ഛാ. അതുകൊണ്ട് അതിൻ്റെ ഒന്നും കാര്യമില്ല, അച്ഛൻ അവരുമായിട്ടുള്ള കമ്പനിയൊന്നും വേണ്ട. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, അങ്ങനെയാണ് അങ്ങനെ, പക്ഷെ ഒരു കാര്യമുണ്ട്, ആ രാജപ്പണ്ണന് പൈസ കൊടുക്കാനുണ്ട്. ആ ഒരു കാര്യം അറിയത്തില്ലേ? പൈസയൊക്കെ കൊടുക്കാച്ചാ, ഇന്ന് പറഞ്ഞ കുറച്ച് പൈസ, ലക്ഷങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അച്ഛന് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ആരാ, കോടീശ്വരനല്ലേ, പിന്നെ അപ്പോഴാണോ ഈ ലക്ഷങ്ങൾക്ക് ആ ഒരു പ്രാധാന്യം ഇല്ലെന്നേ, അതൊക്കെ ഈസി ആയിട്ട് കൊടുക്കാവുന്നുള്ളൂ. രാജപ്പണ്ണനെയൊക്കെ വരച്ച വരെ നമ്മൾ നിർത്തണമെന്ന് പറയാം. അതൊക്കെ ശരിയാടാ മോനെ, പണം കൊടുത്തിട്ടാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷെ പണം കൊടുക്കുന്നതിന് മുമ്പൊന്നും പറയാൻ പറ്റില്ലോ, അച്ഛൻ്റെ ഒരു അകലെ വിട്ട് നിന്നാ മതി എന്ന് പറയാം. പണം കിട്ടിക്കഴിയുമ്പോ എത്രയും പെട്ടെന്ന് എത്തിക്കുമെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മാത്രം മതി. അത് ശരി തന്നെയാ, പക്ഷെ അറിയാലോ, 10-22 ലക്ഷം രൂപ കൊടുക്കാനുണ്ടോ മോനെ, എങ്ങാനും ഈ കല്യാണം നടക്കാതെ വരുമെന്ന് എനിക്ക് പേടി. അങ്ങനെയൊന്നും വരത്തില്ല അച്ഛാ, ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേന്ന് ചോദിക്കാം. എല്ലാ കാര്യങ്ങളും ഓക്കെയാന്ന് പറയണം. ആ സമയം ലക്ഷ്മി നേരെ, കാർത്തിക നേരെ ലക്ഷ്മിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുറെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഒരു പെട്ടിക്കകത്ത് എടുത്ത് വെച്ചിരിക്കുമായിരുന്നു. ഇതെന്താ അമ്മ ഇതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്, നാളെ ഇതൊക്കെ ഇട്ട് വേണം അവന്റെ മുന്നിലേക്ക് അങ്ങോട്ട് ചെല്ലാനായിട്ട്. അവൻ ഈ കാഴ്ച കാണണം, അവൻ ഈ കാഴ്ച കണ്ടു കഴിയുമ്പോൾ ഞെട്ടിത്തെറിച്ചു പോകും. പിന്നീട് അവനെ സത്യാവസ്ഥയൊക്കെ മനസ്സിലാവുള്ളൂ എന്ന് പറയാണ്. അത് ശരിയാ, കൊള്ളാന്ന് പറയണം. അതെ അമ്മേനെ ഞാൻ ഇതെല്ലാം ഒന്ന് അണിയിച്ചു നോക്കാന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഒന്ന് വെച്ചൊക്കെ നോക്കുന്നുണ്ട്. കൊള്ളാമേ, നല്ല സെറ്റാന്ന് പറയാണ്. നാളെ അങ്ങനെ ആ ഒരു മുഹൂർത്തം നമ്മൾ സാക്ഷിയാൻ പോവാം. ഒരു പക്ഷെ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാർത്തി പറഞ്ഞു, എന്ത് ചെയ്യാനായിട്ട്, അവൻ നാളെ അറ്റാക്ക് വന്നോ താഴെ കിടന്ന് പെടയുള്ളൂ, ഒരു മനുഷ്യന്മാരെ രക്ഷിക്കാൻ പോകത്തില്ല. നേരത്തെ ആണെങ്കിൽ കല്യാണി ചെല്ലുമായിരുന്നു, പക്ഷെ ഇനി കല്യാണിയും പോകാൻ പോകുന്നില്ല, നമ്മളും ചെല്ലത്തില്ല. അവൻ നമ്മുടെ കൺമുന്നിൽ കിടന്ന് പെടഞ്ഞു മരിക്കും. അവന് ആ ഒരു കാഴ്ച കാണും. ഇത്രയും നാളും ദുഷ്ടത്തരത്തിന് ബലമായിട്ട് അവന് കിട്ടാൻ പോകുന്നത്, അവൻ തന്നെ വടി കൊടുത്ത് അടി വാങ്ങിയേക്കുക. അതുകൊണ്ട് ഇനി ആ കാര്യത്തിൽ ഒരു ടെൻഷൻ വേണ്ട, അമ്മ ധൈര്യമായിട്ടിരുന്നു. അപ്പൊ നമുക്ക് നാളെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അടുത്തുനിന്ന് കാർത്തിക നേരെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ കാർത്തിക വന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശം ചോദിച്ചു, എന്ത് പറഞ്ഞു മോളെ, അമ്മയ്ക്ക് സുഖമാണല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല അച്ഛാ, നാളെ വെളുപ്പിനെ എനിക്ക് പോകണം, എനിക്ക് അമ്മയുടെ അടുത്തേക്ക്. അതിനെന്താ, മോള് പോയിക്കളാൻ പറയണം, ഞാൻ അമ്മേനെ നാളെ ഒരുക്കിക്കൊണ്ടേ വരുള്ളൂ. അത് മതി എന്ന് പറയാം. പിന്നീട് പറഞ്ഞു, ഇത്രയും ദിവസമായിട്ട് ഞാൻ കാത്തിരിക്കുന്ന ഈ ഒരു നിമിഷത്തിന് വേണ്ടല്ലേ മോളെ, അല്ലച്ച കല്യാണം ഇനി മുടങ്ങത്തൊന്നും ഇല്ലല്ലേ? എവിടുന്ന് മുടങ്ങാനായിട്ട്, കല്യാണം ഒന്നും മുടങ്ങാനൊന്നും പോകുന്നില്ല. ആ കാര്യത്തിൽ മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഇനി നമ്മൾക്ക് ഒരു പ്രതിബന്ധവും ഇല്ല, എല്ലാ തടസ്സങ്ങളും മാറിയെന്ന് പറയാം. ആ ലക്ഷ്മി എന്ന് പറയുന്ന ആ മാരണം അതും തലേന്ന് ഒഴിവായി കിട്ടി. ഇനിയിപ്പൊ എന്തിനാ പേടിക്കണേ, ധൈര്യമായിട്ടിരിക്കാം. മോളുടെ അമ്മയോട് പറഞ്ഞേരെ, പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന്. നാളെ ഒരു ദിവസം, ആ ഒരു ദിവസമാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയാം. ആ കിരണും കല്യാണിയൊക്കെ കല്യാണം കൂടാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് കാണണം ഞാൻ മോളുടെ അമ്മയുടെ കഴുത്തിൽ താലി ആർത്തുന്നേ. ഇത് കേട്ടപ്പം കാർത്തി പറഞ്ഞു, അത് ശരിയാച്ചാ, ശരിയായിട്ടുള്ള കാര്യാന്ന് പറയാം. അല്ല, കുറെ ആൾക്കാരെയൊക്കെ അച്ഛൻ വിളിച്ചിട്ടുണ്ടോ? കുറെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്സിനെ എല്ലാരും. വെറുതെ വന്ന് തിന്നിട്ട് പോട്ടേനെ. അങ്ങനെയെങ്കിൽ ഈ പ്രകാശിന്റെ വില എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ. പ്രകാശിന് ഒന്നും ഇല്ലാത്തവനാന്ന് കരുതിയിട്ടിരിക്കുമായിരുന്നു. പക്ഷെ പ്രകാശിന്റെ കല്യാണം കൂടിയിട്ട് ഇനി നാട്ടുകാർ പറയണം, ഇങ്ങനൊരു കല്യാണം ഇതിനു മുമ്പ് കൂടിയിട്ടില്ലാന്ന്. അപ്പൊ അതുപോലത്തെ ഒരു കല്യാണം ആയിരിക്കണം നടക്കേണ്ടെന്ന് പറയണം. ഇത് കേട്ടൻ കാർത്തിക മനസ്സിൽ പറഞ്ഞു, അതേടാ, ഇങ്ങനൊരു കല്യാണം കൂടിയിട്ടില്ലെന്ന് തന്നെ നാളെ നാട്ടുകാർ പറയാനായിട്ട് പോന്നേ. അതെന്താ നീ ശരിക്കും അറിയാനായിട്ട് പോകുന്നുള്ളൂ. എന്റെ അമ്മേനെ കണ്ടു കഴിയുമ്പോൾ നീ ഒന്നും ഞെട്ടൂടാ. നാളെ നീ ഞെട്ടിക്കഴിഞ്ഞിട്ട് നീ ഓടുന്ന വഴി പുല്ല് പോലും കിളുക്കത്തില്ല. ഇനിയിപ്പോൾ ഓടാൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല. നെഞ്ചു പടഞ്ഞ് വീണ് കഴിയുമ്പോൾ ഞങ്ങൾ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുവല്ലടാ. ഒരു കാരണവശാലും നിന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കില്ല എന്നൊക്കെ പറയാണ്. മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രകാശ് ചോദിച്ചാൽ, എന്താ മോളെ ആലോചിക്കണേ? ഒന്നുമില്ല ചാ, നാളത്തെ കല്യാണത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചാണേ.
ഓ അതാണോ? സാരമില്ല, അന്ന് മോള് പോയി കിടന്നോ, നാളെ രാവിലെ കാണാന്ന് പറയാണ്. അങ്ങനെ പോവാണ്. പിറ്റേ ദിവസമാണ് കല്യാണത്തിന് തയ്യാറെടുപ്പുകളൊക്കെ പ്രകാശ് നടത്തിക്കൊണ്ടിരിക്കുക. രാവിലെ തന്നെ റെഡി ആവണമല്ലോ. അങ്ങനെ പ്രകാശിനെ കാണാൻ ബാലണ്ണൻ രാജപ്പണ്ണൊക്കെ വരുവാണ്. വന്നു കഴിഞ്ഞപ്പോൾ പ്രകാശം പറഞ്ഞതേ, ഒരു കാര്യമുണ്ട്, ഇന്ന് എന്റെ കല്യാണം കഴിയുവാണ്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, പിന്നെ നിങ്ങളുമായിട്ട് അധികം കണക്ഷൻ ഒന്നും പാടില്ലെന്ന് എന്റെ മകൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ രാജപ്പണ്ണ് തരാനുള്ള പണം അത് എത്രയും പെട്ടെന്ന് ഞാൻ തന്നിരിക്കും. ആ കാര്യത്തിൽ ഒരു ചോദ്യത്തിനും പറച്ചിലിന്റെ ആവശ്യമൊന്നുമില്ല. കല്യാണം ഒന്ന് കഴിഞ്ഞാൽ തന്നെ മൂന്നാം പൊക്കം തന്നെ ഞാൻ പണം അങ്ങ് തരുമെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, നീ കൃത്യമായിട്ട് എനിക്ക് പലിശ എത്തിച്ചാൽ മതി എന്ന് രാജപ്പണ്ണം പറയണ. പലിശയല്ല, മുതലും ചേർത്ത് ഞാനും കൂടെ തിരികെ തരുമെന്ന് പ്രകാശം പറയാം. ഇനി ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ടെന്ന് പറയാം. ഓ സമാധാനമായെന്ന് പറയാണ്. ഇപ്പോഴൊരു ആശ്വാസമായത്, പൈസ കിട്ടുമല്ലോന്ന്. ആദ്യം കല്യാണം മുടങ്ങിപ്പോയപ്പോൾ ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു പറയാണ്. പിന്നീട് പറഞ്ഞു, ബാ പ്രകാശ നിന്നെ റെഡിയാക്കാന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാ. അങ്ങനെ പ്രകാശ് നല്ല കസവും ജൂബയൊക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പത്തേനും വിക്രം കയറി വന്നിട്ട് പറഞ്ഞു, ആഹാ കൊള്ളാലോ, നല്ല സെറ്റായിട്ടുണ്ടല്ലോ എൻ്റെ അച്ഛനെന്ന് പറയാണ്. കാണാൻ നല്ല പൊളി ലുക്ക് കേട്ടോ. ഇപ്പൊ അച്ഛനെ കണ്ട ഒരു 10-40 വയസ്സ് പ്രായമേ പറയത്തുള്ളൂ, അത് കൂടുതലൊന്നും പറയത്തില്ല എന്ന് പറയണം. ഇത് കേട്ടൻ പ്രകാശം പറഞ്ഞു, അത്രയ്ക്കും ഉള്ളടാ മോനെ, എനിക്ക് അധികമൊന്നും ഇല്ലെന്ന് പറയണം. ഈ സമയം വിക്രം പറഞ്ഞു, അല്ല കാർത്തികേച്ചി എന്തിയെ? കാർത്തിയമ്മോൾ രാവിലെ പോയി, കാരണം ലക്ഷ്മിനെ ഒരുക്കൊണ്ട് വരണ്ടേ, അപ്പൊ അവളാണല്ലോ അമ്മേനെ കൊണ്ടുവരണ്ടേ, അതുകൊണ്ട് പോയെന്ന് പറയണ. ഓ അത് ശരി എന്ന് പറയണ. അങ്ങനെ ഭാനുമതി മുത്തശ്ശി അപ്പോഴേക്കും ഒരുങ്ങി അങ്ങോട്ട് വരുവാണ്. അല്ലട പ്രകാശ, നീ ഇതിലോട്ട് റെഡി ആയില്ലേന്ന് ചോദിക്കും. എന്റെ അമ്മേ ശരിക്കും റെഡിയാവണ്ടേ? ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കല്യാണം മുടങ്ങിപ്പോയി, ഇത്തവണ മുടങ്ങാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് പേടിയുടെ കാര്യമില്ലല്ലോ, അതുകൊണ്ട് ധൈര്യമായിട്ട് കല്യാണം കഴിക്കാനായിട്ട് അങ്ങോട്ട് പോകാന്നൊക്കെ പറയണം. ഭാനുമതി മുത്തശ്ശി പ്രാർത്ഥിക്കുക, എന്റെ ഭഗവാനെ ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ മതിയായിരുന്നു, ഇത് നടക്കുന്നതോടെ വരെ നെഞ്ചിനകത്തൊരു പെടച്ചിലായിരിക്കും, ഒരു തടസ്സങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ സമയം കാർത്തിക ലക്ഷ്മിയുടെ അടുത്തേക്ക് ലക്ഷ്മി സാരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കാർത്തിക പറഞ്ഞു, അമ്മ ആഭരണങ്ങളൊക്കെ എടുത്ത് അണിയുക. അങ്ങനെ ആഭരണങ്ങളൊക്കെ എടുത്ത് അണിയുവാണ്. അങ്ങനെ ലക്ഷ്മീനെ കൊണ്ട് കാർത്തി അവിടെ നിറങ്ങാനായിട്ട് തുടങ്ങുക. ഇനിയിപ്പോൾ അധികം സമയമില്ല, മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം കാര്യങ്ങളൊക്കെ നടക്കണം. കല്യാണം മുടങ്ങിയ അവസാന നിമിഷം മാത്രം അവൻ അറിയാനായിട്ട് പാടുള്ളൂ, അതിനു മുമ്പ് എന്റെ മുഖം പോലെ അവൻ കാണാൻ പാടില്ലെന്ന് പറയണം. ഈ സമയം കിരണും കല്യാണിയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുവാണ് കല്യാണം കൂടാനായിട്ട്. അങ്ങനെ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം പ്രകാശനും കുട്ടികൾക്ക് വന്നിട്ടുണ്ടായിരുന്നു, വിക്രം വന്നിട്ടുണ്ടായിരുന്നു. കല്യാണിയും കിരണും കണ്ട ഉടനെ വിക്രം ഓടിച്ചെന്ന് പറഞ്ഞു, ആഹാ രണ്ടുപേരും വന്നിട്ടുണ്ടല്ലോ, അപ്പൊ എന്ന് മീശ പഠിക്കാൻ തയ്യാറായിട്ടായിരിക്കും വന്നിരിക്കുന്നല്ലേ? കുഴപ്പമില്ല, ഇത് കഴിഞ്ഞിട്ട് സാവകാശം പഠിച്ചാൽ മതി, ആ കാഴ്ചയൊക്കെ ഒന്ന് കാണണമെന്ന് പറയാം. ഇത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, ആണോ, കാണിക്കാലോ, അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കുന്നേ? പകുതി മീശാൻ താടി എടുത്താ പോരെ, അതിന് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അങ്ങനെ മീശാൻ താടിയൊക്കെ എടുത്തിട്ട് എന്നെ കാണണമെന്ന് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഞാൻ അത് കാണിച്ചു തന്നിരിക്കുന്നു പറയണം. വിക്രം പറഞ്ഞു, ഇപ്പോഴും നിന്റെ അഹങ്കാരത്തിന്റെ കുറവില്ലല്ലേ, എന്തിനു ഞാൻ അഹങ്കാരിക്കണേ? ഞാൻ അഹങ്കരിച്ചിട്ടൊന്നുമില്ല, ഉള്ള കാര്യം പറയണേ നിന്റെ വിക്രം, അല്ല നിന്റെ അച്ഛൻ എന്തെന്ന് ചോദിക്കാം. ഓ ഇനിയിപ്പൊ കല്യാണമാണല്ലോ അല്ലേ, അപ്പൊ അതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങാൻ പാടില്ല അല്ലേ? ഓ ശരി ശരി, അകത്തന്നെ ഇരുന്നോട്ടെ എന്ന് പറയാണ്. ഈ സമയം കാർത്തി ലക്ഷ്മിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ അമ്മ അറിയാലോ, അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ ഒരിടത്തും നമുക്ക് ഒരു തെറ്റും പറ്റിപ്പോയില്ല, കല്യാണത്തിന് ആ കൃത്യസമയത്തിന് മുമ്പ് മാത്രം അവൻ കാര്യങ്ങളൊക്കെ അറിയാവുള്ളൂ എന്ന് പറയണം. അത് ശരിയാ മോളെ, അങ്ങനെ അറിയുള്ളൂ. എന്നിട്ട് അവനെ താലിമാല എറിഞ്ഞിട്ടൊരു ഓട്ട പോടും, പോകുന്ന വഴിക്ക് പുല്ല് പോലും കിളുക്കത്തില്ല, അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവനെ എന്നൊക്കെ പറയുവാണ്. അങ്ങനെ മുഹൂർത്തത്തിനുള്ള സമയമാവാണ്. മുഹൂർത്തത്തിനുള്ള സമയമായി കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശന് വല്ലാത്ത ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുമായിട്ട് ലക്ഷ്മിയെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണാൻ പോകുന്ന കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, ഇപ്പൊ തന്നെ അവള് വരും എന്നൊരു ചിന്ത മനസ്സിലേക്ക് പെട്ടെന്ന് വരുവാണ്. അപ്പോഴേക്കും ഒരു കാർ അങ്ങോട്ട് വന്ന് നിന്നു. കാറിനകത്തുനിന്ന് കാർത്തിക ഇറങ്ങുവാണ്. കാർത്തിക ഇറങ്ങുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശനം ഓർത്തു, ഇപ്പൊ തന്നെ ലക്ഷ്മി ഇറങ്ങും, ഇങ്ങനെ ലക്ഷ്മിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാ ഇനിയിപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്. ലക്ഷ്മി വന്നു കഴിയുമ്പോഴത്തേനും പ്രകാശൻ അടപടലും തകർന്നു പോകും. ലക്ഷ്മിയാണ് എൻ്റെ ഭാര്യ എന്നുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിയും. പിന്നെ പ്രകാശൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതോടൊപ്പം തന്നെ ഇനി മനോഹരനെ കൊല്ലാനാണ്, ആരെ തീർക്കാൻ വേണ്ടിയിട്ടാന്ന് അറിയത്തില്ല. സരിയു വലിയ ഒരു കമ്പും കോലും, കമ്പെന്ന് പറയാൻ പറ്റില്ല, ഇരുമ്പ് എടുത്തു പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മിക്കവാറും ശാരിയുടെ തലക്കിട്ട് കൊടുക്കാനൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.